യൂറോപ്യൻ ഫ്യൂച്ചറുകൾ ഏറെക്കുറെ ഫ്ലാറ്റായി തുടരുമ്പോഴും ഏഷ്യൻ മാർക്കറ്റിൽ വന്ന ബൈയിങ് മൊമെന്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. നിഫ്റ്റിയും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന്റെ സാധ്യതകളാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഡോ ജോൺസ് 0.5% ഇടിഞ്ഞപ്പോൾ നാസ്ഡാക്ക് 0.3% ഉയരുകയും S&P ഫ്ലാറ്റ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാന്റെ ഇൻഡെക്സ് 1.9%, ഏഷ്യ പസഫിക് ഇൻഡെക്സ് 0.5% ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസവും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. FPIs 5000 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 10,864 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ US നടത്തിയ ശ്രമങ്ങൾ ഫലപ്രാപ്തിയിലെത്താത്തതിനെ തുടർന്ന് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വീണ്ടും ഇടിവ് തുടരുന്നു. ക്രൂഡ് ഓയിലിൻ്റെ വില $64 പെർ ബാരൽ എന്ന ലെവലിലേക്കെത്തി. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ടൈറ്റാൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നു. നെറ്റ് പ്രോഫിറ്റ് 53% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 715 കോടിയിൽ നിന്നും 1091 കോടിയിലേക്കെത്തി. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് കമ്പനി പുറത്തുവിട്ടു. റവന്യൂ 24% വർദ്ധിച്ച് 13,266 കോടിയിൽ നിന്നും 16,523 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 47% വർദ്ധിച്ച് 1,247 നിന്നും 1,830 എത്തുകയും ചെയ്തു. LICയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രീമിയം ഇൻകം 4% വർദ്ധിച്ച് 1.14 ലക്ഷം കോടിയിൽ നിന്നും 1.20 ലക്ഷം കോടിയിലേക്ക് എത്തി. പ്രോഫിറ്റ് 4% വർദ്ധിച്ച് 10,551 കോടിയിൽ നിന്നും 10,985 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. HPCLന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 30% വർദ്ധിച്ചു 3,384 കോടിയിൽ നിന്നും 4,370 കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത്. അതേസമയം റവന്യൂ 1% വർദ്ധിച്ചത്. എബിറ്റയിൽ 31% വർധനവ് ഉണ്ടാവുകയും മാർജിൻ 5% നിന്നും 7% ഉയരുകയും ചെയ്തു. മെട്രോ ബ്രാൻഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 7% വർദ്ധിച്ച് 91 കോടിയിൽ നിന്നും 98 കോടിയിലേക്ക് എത്തി. റവന്യൂ 9% വർദ്ധിച്ച് 576 കോടിയിൽ നിന്നും 628 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 8% വർദ്ധിച്ച് 180 കോടിയിൽ നിന്നും 193 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഡാറ്റ പാറ്റേണിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 22% ഇടിഞ്ഞപ്പോൾ റവന്യൂ 4% ഇടിഞ്ഞു. മാർജിൻ 35% നിന്നും 32% ഇടിഞ്ഞു. DCX സിസ്റ്റത്തിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 38% വർദ്ധിച്ച് 2.94 കോടിയിൽ നിന്നും 4.06 കോടിയിലേക്ക് ഉയർന്നു. റവന്യൂ 60% വർദ്ധിച്ച് 138 കോടിയിൽ നിന്നും 222 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 0.27 കോടിയിൽ നിന്നും 4.81 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. BSEയുടെ ക്വാർട്ടർലി റിസൾട്ടും ഡീസൻ്റാണ്. നെറ്റ് പ്രോഫിറ്റ് 9% വർദ്ധിച്ചു. റവന്യൂ 13% വർദ്ധിച്ചു 494 കോടിയിൽ നിന്നും 539 കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നത്. റവന്യൂ 916 കോടിയിൽ നിന്നും 1037 കോടിയിലേക്ക് ഉയർന്നു. യൂണിവേഴ്സൽ ബാങ്കിംഗ് ലൈസൻസിനുള്ള പ്രിൻസിപ്പൽ അപ്രൂവൽ ലഭിച്ചതിനെ തുടർന്ന് AU സ്മാൾ ഫിനാൻസ് ബാങ്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. മെഡി അസിസ്റ്റന്റ് ഹെൽത്ത് കെയർ എന്ന കമ്പനി 198 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ രാംകോ സിമെൻറ്റിൻ്റെ സബ്സിഡറി കമ്പനിയായ രാംകോ വിൻസിൻ്റെ 28.50% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. സിർമ SGS ടെക്നോളജി, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസ് തുടങ്ങിയ കമ്പനികളും ഇന്ന് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി ഫണ്ട് റൈസ് ചെയ്യാൻ ആരംഭിക്കും. 400 കോടി രൂപയുടെ ഫണ്ട് റൈസാണ് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി നടത്തുന്നതെങ്കിൽ 1000 കോടി രൂപയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും സിർമ SGS എന്ന കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നത്. RR കേബിൾ എന്ന കമ്പനി പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ RR കേബിൾ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്